കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ ആയിട്ടുള്ള ജൂൺ 2025 ഓൾറെഡി ഒരുപാട് എക്സാംസ് ഒക്കെ തന്നെ ഇതിനോടകം നടന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ ടേം ആൻഡ് എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരുപാട് ലേണേഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു എലക്റ്റീവ് ആണ്, സബ്ജക്റ്റ് ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, VAE 181 എന്ന കോഡിന് കീഴിൽ വരുന്ന ഈ ഒരു പേപ്പർ. സോ മുൻ വർഷങ്ങളിലെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ മെഷീൻ ലേണിംഗ് ആൽഗരിതംസ് എല്ലാം തന്നെ യൂസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ലേൺവൈസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ പ്രിപ്പറേഷൻ നല്ല രീതിക്ക് പോകുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പക്ഷെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പരീക്ഷയെ പറ്റിയുള്ള 1-2 കാര്യങ്ങൾ കൂടെ ഇവിടെ പറഞ്ഞു പോവാം. ആദ്യത്തേത്, പരീക്ഷയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. മാക്സിമം നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ കിട്ടുന്ന ടൈം 2 മണിക്കൂറാണ്. മാക്സിമം മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക 50 ആണ്. 50 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇഗ്നോ എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ എത്തിക്കുന്നത്. ഇനി മറ്റ് ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്ന കാര്യം, മറ്റ് ഇഗ്നോ പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 50 മാർക്കിന് ചോദിക്കുന്ന 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നൽകുന്നത്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ലഭിക്കുകയുള്ളൂ. 50 ചോദ്യങ്ങൾ 50 മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് 50 ചോദ്യങ്ങളും ആൻസർ ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. സോ 50 ക്വസ്റ്റ്യൻസ് 2 hours എല്ലാം MCQs ആണ് നിങ്ങൾക്ക് വരിക. ഇനി ഫില്ല് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് OMR ഷീറ്റ് ആണ് വരിക. OMR ഷീറ്റ് ഫില്ല് ചെയ്ത് വേണം നിങ്ങൾ ആ ഒരു ആൻസർ സ്ക്രിപ്റ്റ് നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സിന് കൈമാറാം. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. OMR കൃത്യമായി തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. ആ ഒരു സർക്കിൾ ആയാലും റെക്ടാങ്കിൾ ആയാലും കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് റൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ചോദ്യത്തിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യവും ശ്രദ്ധിക്കുക. എക്സാം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒരു ചോദ്യം അറിയില്ല എന്നുണ്ടെങ്കിൽ വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോയി എല്ലാ ചോദ്യങ്ങളും ഒന്ന് ഓടിച്ച് കണ്ട ശേഷം അറിയാവുന്നതൊക്കെ തന്നെ ഉത്തരം എഴുതിയതിനു ശേഷം അറിയാത്ത ചോദ്യങ്ങളിലേക്ക് വരുന്നതായിരിക്കും സമയം ലാഭിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. സോ ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ദി ഫിസിക്കൽ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ കമ്പോണന്റ് അല്ലാത്ത ഒരു കാര്യം നമ്മളുടെ താഴത്തെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മൗണ്ടൻസ് ആണോ, സോയിൽസ് ആണോ, ഫോറസ്റ്റ് ആണോ, ഡെമോക്രസി ആണോ? ആൻസർ വളരെ ഈസി ആണ്. ഇതെല്ലാം തന്നെ ഫിസിക്കൽ ആണ് എക്സെപ്റ്റ് ഓപ്ഷൻ 4 വിച്ച് ഇസ് ഡെമോക്രസി. സോ ഡെമോക്രസി ആണ് റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ, ദ ടേം ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് റെഫേഴ്സ് ടു. ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് എന്നുള്ളത് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണോ, ഹ്യൂമൻ ഇൻഡ്യൂസ് ചേഞ്ചസ് ആണോ, ആനിമൽ മൈഗ്രേഷൻ ആണോ, എബയോട്ടിക് ഇന്ററാക്ഷൻസ് ആണോ? ആന്ത്രോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് റിലേറ്റഡ് ടു ഹ്യൂമൻസ് ആണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 2 ഹ്യൂമൻ ഇൻഡ്യൂസ് ചേഞ്ചസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഡോക്യുമെന്റ് ഫസ്റ്റ് പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമാക്കിയ ഒരു ഡോക്യുമെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അവർ കോമൺ ഫ്യൂച്ചർ, ഗ്രീൻ റവല്യൂഷൻ റിപ്പോർട്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ, അജണ്ട 21. ഇതിന്റെ ഉത്തരവ് എളുപ്പമാണ്. ഈ റിപ്പോർട്ടിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്. നോർവേയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ബ്രണ്ട്ലാൻഡ്. അവർ ഇറക്കിയ റിപ്പോർട്ട് ആയതുകൊണ്ടാണ് അതിനെ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്, അല്ലെ അവർ ലീഡ് ചെയ്തുകൊണ്ടാണ് അതിന് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. റൈറ്റ് ആൻസർ, അതിന്റെ മറ്റു പേര് അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളത് തന്നെയാണ്. നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4, ഇക്കോളജിക്കൽ സക്സഷൻ. ഒരു ഗ്രാസ് ലാൻഡിൽ എപ്പോഴാണ്, കോമൺലി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തിനു ശേഷമാണ് ഒരു ഇക്കോളജിക്കൽ സക്സഷൻ സ്റ്റാർട്ട് ആവുക? ഡിഫോറസ്റ്റേഷന് ശേഷമാണോ, ഫ്ലഡിങ്ങിന് ശേഷമാണോ, ഫയറിന് ശേഷമാണോ, ഓവർ ഗ്രേസിംഗിന് ശേഷമാണോ? ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, ഇത് ഏത് ബ്ലോക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളതെന്ന് വരെ
നമ്മളിവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ ടോപ്പിക്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഫയർ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി കൺസ്യൂമർ ഇൻ ആൻ അക്വാട്ടിക് ഫുഡ് ചെയിൻ? അക്വാട്ടിക് ഫുഡ് ചെയിനിലെ പ്രൈമറി കൺസ്യൂമർ ആരാണെന്നുള്ളതാണ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നത്. സൂ പ്ലാങ്ക്ടൺ ആണോ, ഷാർക്ക് ആണോ, അക്വാറ്റിക് പ്ലാന്റ് ആണോ, സീകൾ ആണോ? ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൂ പ്ലാങ്ക്ടൺ തന്നെയാണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സൂ പ്ലാങ്ക്ടൺ. ബാക്കിയെല്ലാം തന്നെ അതിനേക്കാളും വലിയ ഓർഗാനിസംസ് ആണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ചോദ്യം, ദ മേജർ റിസർവോയർ ഓഫ് ഫോസ്ഫറസ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ഈസ്? ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. സോയിലാണോ, ഓഷ്യൻസിലാണോ, അറ്റ്മോസ്ഫിയറിലാണോ, പ്ലാന്റ്സിലാണോ? ആൻഡ് ദി ആൻസർ ഈസ് ഓപ്ഷൻ 1, സോയിൽ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം സർവീസ്? ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം സർവീസ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. കാർബൺ സെക്വസ്ട്രേഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, പെട്രോളിയം എക്സ്ട്രാക്ഷൻ, സോയിൽ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം സർവീസ് അല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു ഫാക്ടർ കാണാൻ പറ്റിയ ഏതിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ഏതാണ് ഇത് കൊടുത്തിരിക്കുന്നതിൽ? പെട്രോളിയം എക്സ്ട്രാക്ഷൻ ആണ്. ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ 3, പെട്രോളിയം എക്സ്ട്രാക്ഷൻ. ദ ലാർജസ്റ്റ് ബയോം ബൈ ഏരിയ ഓൺ എർത്ത് ഈസ്? എർത്തിലെ ഏറ്റവും വലിയ ബയോം ഏതാണെന്നുള്ളതാണ് ചോദ്യം. തുന്ദ്രയാണോ, തൈഗയാണോ, ബൊറിയൽ ഫോറസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്, ഡെസേർട്ട് ആണോ, ഗ്രാസ്ലാൻഡ് ആണോ? ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് തൈഗ ഫോറസ്റ്റ്, അല്ലെ തൈഗ ഇക്കോസിസ്റ്റം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാൻഡ് റിസോഴ്സസ് ഈസ് കൺസിഡേർഡ് നോൺ റിന്യൂവബിൾ എന്നുള്ളതാണ് 9ാമത്തെ ചോദ്യം. നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ലാൻഡ് റിസോഴ്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ലാൻഡ് റിസോഴ്സ് എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സോയിൽ ആണോ, മിനറൽസ് ആണോ, ഫോറസ്റ്റ് ആണോ, വാട്ടർ ആണോ? നമുക്ക് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഈ കൂട്ടത്തിൽ മിനറൽസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോയിൽ ഇറോഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഓവർഗ്രേസിംഗ്, കോൺട്രാ പ്ലോയിങ്, റിമൂവിംഗ് വെജിറ്റേഷൻ, അർബനൈസേഷൻ. മണ്ണിടിച്ചിൽ എങ്ങനെ തടയാം എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ വ്യത്യസ്ത മെഷേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷർ താഴെ കൊടുത്തിട്ടുമുണ്ട്, വിച്ച് ഈസ് ഓവർഗ്രേസിംഗ് അല്ല, വെജിറ്റേഷൻ റിമൂവ് ചെയ്യുന്നതല്ല, അർബനൈസേഷൻ അല്ല. റൈറ്റ് ആൻസർ ഈസ് കോൺട്രാ പ്ലോയിങ്. അടുത്ത ചോദ്യം, ജൊഹാഡ്സ് ആർ ട്രഡീഷണൽ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വസ്തുവാണ് ജൊഹാഡ് എന്ന് പറയുന്നത്. അത് എന്തിനാണ് ഇന്ത്യയിൽ യൂസ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണോ, ഫിഷിംഗ് ആണോ, വേസ്റ്റ് ഡിസ്പോസൽ ആണോ, എനർജി പ്രൊഡക്ഷൻ ആണോ? ജൊഹാഡ്സ് നിർമ്മിക്കുന്നത് വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ ഭാഗമായിട്ടാണ്. അത് ഒരുപാട് ഗ്രാമങ്ങളിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ജൊഹാഡ്സ് എന്നുള്ളത്. അടുത്തത്, ദ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 ഈസ് പ്രൈമർലി ഇന്റൻഡഡ് ടു? 2006 വന്ന ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ത് കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്, അല്ലെ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പ്രൊമോട്ട് മോണോകൾച്ചർ, ഗിവ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ലീഗൽ റൈറ്റ്സ് ടു ഫോറസ്റ്റ്, ഇൻക്രീസ് ടിംബർ എക്സ്പോർട്സ്, എൻകറേജ് മൈനിങ്. ഇപ്പൊ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വ്യത്യസ്ത ട്രൈബ്സിന് അല്ലെ കമ്മ്യൂണിറ്റീസിന് വനത്തിന് മേലുള്ള അവകാശം സ്ഥാപിക്കുന്നതിനായിട്ടോ അതിന് ഉപജീവനം കണ്ടെത്തുന്നതിനുമായിട്ടുള്ള ഒരു റൈറ്റ് ആണ് ദ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. 13ാമത്തെ ചോദ്യം, ഡയറക്ട് ഇമ്പാക്ട് ഓഫ് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ മൂലം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷൻ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ്? റെഡ്യൂസ് സോയിൽ ഫെർട്ടിലിറ്റി, ഇൻക്രീസ് ഇൻ റിവർ ഫ്ലോ, ഓസോൺ ഡിപ്ലീഷൻ, ലോവർ അറ്റ്മോസ്ഫിയറിക് CO2. ഇതിൽ റൈറ്റ് ആൻസർ നമുക്ക് സ്വാഭാവികമായിട്ടും ഡിഫോറസ്റ്റേഷൻ മൂലം ഉണ്ടാവുന്നത് പ്രശ്നങ്ങളാണ്, അല്ലെ മരം മുറിക്കുന്നതിലൂടെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക ഏതാണ്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓപ്ഷൻ നമ്പർ 1, റെഡ്യൂസ്ഡ് സോയിൽ ഫെർട്ടിലിറ്റി എന്നുള്ളതാണ്. ഡിഫോറസ്റ്റേഷൻ മൂലം ഡയറക്റ്റ് ആയിട്ട്, ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് വ്യത്യസ്ത എഫക്ട്സ് ഒരു പക്ഷേ ഇതൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് സോയിൽ ഫെർട്ടിലിറ്റി ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇൻ ഇന്ത്യ? വളരെ ഈസി ചോദ്യമാണ്. വെസ്റ്റേൺ ഗട്ട്സ് ആണോ, ഈസ്റ്റേൺ ഹിമാലയാസ് ആണോ, ഗാൻജറ്റിക് പ്ലെയിൻസ് ആണോ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണോ? ഇത് ഹോട്ട്സ്പോട്ട് ആണ്. ഓപ്ഷൻ 3, ഗാൻജറ്റിക് പ്ലെയിൻസ് മാത്രം എന്തല്ല, ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് കണക്കാക്കുന്നില്ല അതിനെ. സോ 3 ആണ് റൈറ്റ് ആൻസർ. ദി എക്സിസ്റ്റൻസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു? ഡയറക്റ്റ് എക്കണോമിക് യൂസ് ആണോ, ദ വാല്യൂ പീപ്പിൾ പ്ലേസ് ഓൺ നോയിങ് ഇറ്റ് എക്സിസ്റ്റ് എന്നുള്ളതാണോ, വാല്യൂ ഫോർ ബ്ലീഡിംഗ് ആണോ, കൊമേഴ്ഷ്യൽ വാല്യൂ ആണോ? എക്സിസ്റ്റൻസ് വാല്യൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ബയോഡൈവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അത് താഴെ ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ നമ്പർ 2 ദ വാല്യൂ പീപ്പിൾ പ്ലേസ് ഓൺ നോയിങ് ഇറ്റ് എക്സിസ്റ്റ്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എർത്ത് റെഫേഴ്സ് ടു? ഇതും ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് പഠിച്ചില്ലെങ്കിൽ എന്തായാലും പഠിച്ചു വെച്ചോളൂ, ഓർത്ത് വെച്ചോളൂ. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആനിമൽസ് എ സൂ ക്യാൻ സപ്പോർട്ട് ആണോ, മാക്സിമം പോപ്പുലേഷൻ ദ പ്ലാനറ്റ് ക്യാൻ സസ്റ്റെയിൻ ആണോ, എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇൻ എ റീജിയൻ ആണോ, ഗ്രോത്ത് റേറ്റ് ഓഫ് ക്രോപ്സ് ആണോ? ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം പോപ്പുലേഷൻ ദ പ്ലാനറ്റ് ക്യാൻ സസ്റ്റെയിൻ, ഭൂമിക്ക് താങ്ങാവുന്ന പരമാവധി ആൾക്കാരുടെ എണ്ണത്തെയാണ്
ക്യാരിങ് കപ്പാസിറ്റി നമ്മൾ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. Among the following which is a non-conventional energy resource? വളരെ ഈസി ആയുള്ള ക്വസ്റ്റൻ ആണ്. സോളാർ എനർജി ആണോ, പെട്രോളിയം ആണോ, നാച്ചുറൽ ഗ്യാസ് ആണോ, കോൾ ആണോ? സ്വാഭാവികമായിട്ട് ഓപ്ഷൻ 1 സോളാർ എനർജി ആണ്. മൂവിംഗ് ഓൺ, കമ്മിങ് ടു ക്വസ്റ്റൻ നമ്പർ 18. The process by which plants lose water vapor through small pores is called. അപ്പോൾ പ്ലാന്റ്സിലുള്ള വാട്ടർ അതിന്റെ സ്മോൾ പോസിലൂടെ നഷ്ടപ്പെടുന്ന പ്രക്രിയയെ നമ്മൾ ഒരു പ്രത്യേക പേരിട്ടാണ് വിളിക്കുക. ട്രാൻസ്പിറേഷൻ ആണോ, സബ്ലിമേഷൻ ആണോ, റെസ്പിറേഷൻ ആണോ, പ്രസിപ്പിറ്റേഷൻ ആണോ? ഇതിൽ ഒറ്റ ഒബ്വിയസ് ആൻസർ ഉള്ളൂ, വിച്ച് ഇസ് ട്രാൻസ്പിറേഷൻ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഇൻ സിതു കൺസർവേഷൻ? അപ്പോൾ 2 ടൈപ്പ് ഓഫ് കൺസർവേഷൻ ഉണ്ട്, ഇൻ സിതുവും ഉണ്ട്, എക്സ് സിതുവും ഉണ്ട്. സോ ഇൻ സിതു കൺസർവേഷൻ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. കൺസർവേഷൻ ഇൻ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്, സ്റ്റോറേജ് ഇൻ ജീൻ ബാങ്ക്സ്, ബ്രീഡിംഗ് ഇൻ സൂസ്, ക്രിയേഷൻ ഓഫ് ഹൈബ്രിഡ്സ്. ഇൻ സിതു കൺസർവേഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ഇൻ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ആണ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ് ഓഫൺ ലീഡ്സ് ടു. അപ്പൊ ഏലിയൻ സ്പീഷീസിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് ഏലിയൻ സ്പീഷീസ്? നമ്മളുടെ നാട്ടിൽ വളരാത്ത മറ്റ് ആ ഒരു ഇക്കോസിസ്റ്റത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു സ്പീഷീസ് നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഏലിയൻ സ്പീഷീസ് എന്ന് പറയാം. അത് അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ഏലിയൻ സ്പീഷീസ് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള കാര്യം എന്താണ്? ഇൻക്രീസ് ഇൻ ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ആണോ, എൻഹാൻസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ ആണോ, ലോസ് ഓഫ് നേറ്റീവ് സ്പീഷീസ് ആണോ, മോർ റെയിൻഫോൾ ആണോ? ഏറ്റവും സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏലിയൻ സ്പീഷീസ് വരുന്നതോടുകൂടി അവിടെ നേറ്റീവ് സ്പീഷീസ് ഇല്ലാതാവുന്നതാണ്. സോ ലോസ് ഓഫ് നേറ്റീവ് സ്പീഷീസ് എന്നുള്ളതാണ് അവിടുത്തെ റൈറ്റ് ആൻസർ. ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇൻവോൾവ് ദി ആക്സിഡന്റൽ റിലീസ് ഓഫ്. ഇപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നമ്മൾ പഠിക്കുന്നതാണ് ഡിസംബർ മാസം 1984 യൂണിയൻ കാർബൈഡ് എന്നുള്ള കമ്പനിയുടെ ഭാഗമായിട്ട്, അല്ലെ കമ്പനിയിൽ നിന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഈ ഗ്യാസ് ലീക്ക് വന്നിട്ട് ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലുതെന്ന് ഇപ്പോഴും കരുതപ്പെടുന്ന ഒരു അപകടമാണ് നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. വളരെ അൺഫോർച്ചുനേറ്റ് ഉള്ള ഒരു ഇവന്റ് ആണ് ഭോപ്പാലിൽ നടന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. സോ അതിൽ റിലീസായിട്ട് അത്രയും ആൾക്കാർ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റിലീസായ ഗ്യാസ് ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. മീഥൈൽ ഐസോസൈനേറ്റ് ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, അമോണിയ ആണോ, സൾഫർ ഡയോക്സൈഡ് ആണോ? ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് മീഥൈൽ ഐസോസൈനേറ്റ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ദി എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ അഗ്രികൾച്ചർ മോസ്റ്റ് ഓഫൺ ലീഡ്സ് ടു. അപ്പം ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? എയർ പൊല്യൂഷൻ ആണോ, സോയിൽ ഇറോഷൻ ആണോ, വാട്ടർ പൊല്യൂഷൻ ആണോ, ഇൻക്രീസ് ഇൻ എർത്ത് വേംസ് ആണോ? സോ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ബ്ലോക്കും യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വാട്ടർ പൊല്യൂഷൻ എന്നുള്ളതാണ് യൂണിറ്റ്. ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഫെർട്ടിലൈസർ എല്ലാം തന്നെ മണ്ണിൽ കൂടെ ഇറങ്ങി ഉണ്ടാക്കുന്ന മലിനീകരണമാണ് വാട്ടർ പൊല്യൂഷൻ. സോ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ അഗ്രികൾച്ചർ മോസ്റ്റ് ഓഫൺ ലീഡ്സ് ടു വാട്ടർ പൊല്യൂഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ദ പ്രൈമറി സോഴ്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ ഇൻ അർബൻ ഏരിയാസ് ഈസ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണോ, ഡൊമസ്റ്റിക് ഹീറ്റിംഗ് ആണോ, സ്ട്രീറ്റ് ലൈറ്റിംഗ് ആണോ, പെസ്റ്റിസൈഡ് യൂസ് ആണോ? ഇതും അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നോയിസ് പൊല്യൂഷൻ അർബൻ ഏരിയാസിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രൈമറി സോഴ്സ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഒരു ടൗണിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണ്? നോയിസ് പൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രീറ്റ് ലൈറ്റിംഗിൽ നിന്ന് നമുക്ക് വരുന്ന കാര്യമായിട്ട് ഒച്ചയൊന്നും ഉണ്ടാവില്ല. പെസ്റ്റിസൈഡ് യൂസ് എന്നുള്ളത് നമുക്ക് അർബൻ ഏരിയാസിൽ കാര്യമായി കാണാൻ തന്നെ സാധിക്കില്ല. ഡൊമസ്റ്റിക് ഹീറ്റിംഗ് എന്നുള്ളതിൽ നിന്ന് ഒച്ച എത്ര ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. സോ ഇവിടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ. മൂവിംഗ് ഓൺ, ബയോ മാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റൻ ആണ്. ബയോ മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്.
ബയോമാഗ്നിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ നമ്മുടെ ജീവജാലങ്ങൾ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1960-കളിലെ DDT യൂസ് കാരണം പെരിഗ്രിൻ ഫാൽക്കൺസ് എന്നുള്ള ഒരു സ്പീഷീസിന് ഉണ്ടായിട്ടുള്ള ഒരു പോപ്പുലേഷനിലെ കാര്യമായിട്ടുള്ള ഡിക്ലൈൻ. അതായത് DDT അധികമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ പെരിഗ്രിൻ ഫാൽക്കൺസ് അവരുടെ ഭക്ഷണത്തിലൂടെയൊക്കെ തന്നെ ഇതകത്തി എന്നിട്ട് മുട്ടകൾക്ക് അല്ലെ മുട്ടയുടെ തോടിന് എക്സെൽസിന് തീരെ കട്ടിയില്ലാതാവുകയും ഇവരുടെ പോപ്പുലേഷൻ വളരെ കാര്യമായി തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സോ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അക്യുമുലേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഓഫ് ദ ഫുഡ് ചെയിൻ എന്നുള്ളതാണ്. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. 25ാമത്തെ ചോദ്യം, എ ലാൻഡ്ഫിൽ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. എന്താണ് ലാൻഡ്ഫിൽ എന്നുള്ളതാണ്. വളരെ ഈസി ആയുള്ള ഉത്തരമാണ് സൈറ്റ് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാതെ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. റിസർവോയർ ഫോർ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ല, കൺസർവേഷൻ ഏരിയ അല്ല, എനർജി ജനറേഷൻ യൂണിറ്റും അല്ല. ഒരു വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹസാഡസ് വേസ്റ്റ്. ഹസാഡസ് വേസ്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഹസാഡസിന്റെ സിമ്പിൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ട്രയാങ്കിൾ ഒക്കെ ആയിട്ട്. സോ എന്ത് ടൈപ്പ് ഹസാഡ് ആണെന്നുള്ള അനുസരിച്ച് അതിന്റെ സിമ്പിൾ മാറും, അകത്തുള്ള സിമ്പിൾ മാറുന്നതും കാണാൻ പറ്റും. സോ ഹസാഡസ് വേസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചൺ സ്ക്രാപ്സ് ഹസാഡസ് അല്ല, ന്യൂസ് പേപ്പേഴ്സ് ഹസാഡസ് അല്ല, ബയോഡിഗ്രേഡബിൾ ആണ്, ഡ്രൈഡ് ലീവ്സ് ബയോഡിഗ്രേഡബിൾ ആണ്. ഇവിടെ ഹസാഡസ് ആയിട്ട് വരുന്ന എന്താണ്, മെഡിക്കൽ വേസ്റ്റ് ആണ്. അത് കൃത്യമായി പ്രോസസ്സ് ചെയ്യപ്പെടേണ്ട വേസ്റ്റ് ആണ്. 27ാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ ദ പ്രൈമറി മെത്തേഡ് ഫോർ ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഈസ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഫോളോ ചെയ്യപ്പെടുന്ന മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഓപ്ഷൻ 1 അണ്ടർഗ്രൗണ്ട് ബെറിയൽ. 28ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ദ ഗ്രീൻ ഹൗസ് എഫക്ട് ഈസ് മെയിൻലി കോസ്ഡ് ബൈ ദ അക്യുമുലേഷൻ ഓഫ്. ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാവാൻ കാരണം എന്താണ്? ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഹീലിയം ആണോ, ആർഗൺ ആണോ? അക്യുമുലേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലെ ഫൺ ഫാക്ട് എന്ന് പറയുന്നത്, നമ്മൾ അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനോട് നമുക്ക് എന്തെങ്കിലും വൈരാഗ്യം തോന്നിയിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അല്ലെ. അതാ നമ്മുടെ നോട്ട്സിലും പറയുന്നുണ്ട്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആ ഗ്രീൻ ഹൗസ് എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ നിലവിൽ -18 ഡിഗ്രിയോളം ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. സോ അത് ആവശ്യമാണ്, പക്ഷെ അത് എത്ര ലിമിറ്റിൽ വെക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബാലൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പ്രകൃതിയിലായാലും ശരി, ജീവിതത്തിലായാലും ശരി അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓസോൺ ലെയർ ഡിപ്ലീഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് UV റേഡിയേഷൻ ഓൺ എർത്ത്, മോർ ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയർ, ഹയർ CO2 അബ്സോർപ്ഷൻ, ലെസ് റെയിൻഫോൾ. ഓസോൺ ലെയർ ഡിപ്ലീഷനിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ലെയർ ഡിപ്ലീറ്റ് ആവുന്ന അനുസരിച്ച് നമ്മുടെ UV റേസിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഓസോൺ ലെയറിന്റെ ഉദ്ദേശം. സോ UV റേഡിയേഷൻ കൂടുതലാവും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഇന്റർനാഷണൽ ട്രീറ്റി എയിംസ് ടു പ്രൊട്ടക്ട് ദി ഓസോൺ ലെയർ. അപ്പൊ ഈ ട്രീറ്റി വളരെയധികം, പൊതുവെ ട്രീറ്റികളിൽ ചിലതിനൊന്നും കാര്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാറില്ല, പക്ഷെ വളരെ എഫക്റ്റീവായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ട്, അന്ന് എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ആ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഓസോൺ ലെയർ ഡിപ്ലീഷൻ നമുക്കൊരു പരിധി വരെ തടയാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് സ്റ്റഡീസ് കാണിക്കുന്നത് അല്ലെ, സയൻസ് പറയുന്നത്. സോ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണോ, ബേസൽ കൺവെൻഷൻ ആണോ, ക്യോട്ടോ പ്രോട്ടോകോൾ ആണോ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ആണോ? സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസാസ്റ്റേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഹൈഡ്രോളജിക്കൽ. ഇവിടെ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം റിലേറ്റഡ് ടു വാട്ടർ ആണ് അല്ലെ. അപ്പം എർത്ത് ക്വേക്ക് ആണോ, സൈക്ലോൺ ആണോ, ഫ്ലഡ് ആണോ, വോൾക്കാനിക് ഇറപ്ഷൻ ആണോ? സ്വാഭാവികമായിട്ട് ഇവിടെ വാട്ടറുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക ഫ്ലഡ് ആണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 32ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ആർട്ടിക്കിൾ 48A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 48A പറയുന്ന അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, റൈറ്റ്സ് ഓഫ് വിമൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി, നാഷണൽ ഹെൽത്ത് പോളിസി. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ആർട്ടിക്കിൾ 48A deals with protection of environment. Option 1 ആണ് റൈറ്റ് ആൻസർ. The National Green Tribunal NGT was established to. എന്തിനാണ് NGT തുടങ്ങിയെന്നുള്ളതാണ്. അപ്പൊ ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ വ്യത്യസ്ത ട്രിബ്യൂണൽസ് ഉണ്ട്. അതൊരു ജസ്റ്റിസ് മെക്കാനിസം ആയിട്ടാണ് വർക്ക് ചെയ്യാറ്. സോ പ്രൊട്ടക്ട് വെറ്റ്ലാൻഡ്സ് ആണോ, റിസോൾവ് എൻവയോൺമെന്റൽ ഡിസ്പ്യൂട്ട്സ് ആണോ, പ്രൊമോട്ട് ഓർഗാനിക് ഫാമിംഗ് ആണോ, ഓവർസീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ? ഏതുമായിട്ടായിരിക്കും? ഞാൻ പറഞ്ഞു ഓൾറെഡി റിലേറ്റഡ് ടു ലോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലെ ജസ്റ്റിസ് കുറച്ചുകൂടെ പെട്ടെന്ന് ഡെലിവർ ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള, നമുക്ക് കാത്തു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ തന്നെ അഡ്രസ് ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവരുന്ന വ്യത്യസ്ത ലോ റിലേറ്റഡ് ഏജൻസീസിനെയാണ് നമ്മൾ ട്രിബ്യൂണൽ എന്ന് പറയാം. സോ ഇവിടെ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആവുമ്പോൾ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് റിസോൾവിംഗ് എൻവയോൺമെന്റൽ ഡിസ്പ്യൂട്ട്സ്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് എൻവയോൺമെന്റൽ എത്തിക്സ്. എൻവയോൺമെന്റൽ എത്തിക്സിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ്?
ഇക്വിറ്റി ആണോ, സ്റ്റുവാർഡ്ഷിപ്പ് ആണോ, ബയോസെൻട്രിസം ആണോ, മെറ്റീരിയലിസം ആണോ? ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, മെറ്റീരിയലിസം എൻവയോൺമെന്റൽ എത്തിക്സിന്റെ ഒരു പ്രിൻസിപ്പിൾ അല്ല. ദ ചിപ്കോ മൂവ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വളരെ അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ള ഒരു എൻവയോൺമെന്റ് മൂവ്മെന്റ് ആണ്. ആന്റി പൊല്യൂഷൻ ആണോ, വാട്ടർ കൺസർവേഷൻ ആണോ, ഫോറസ്റ്റ് കൺസർവേഷൻ ആണോ, സോയിൽ ഫെർട്ടിലിറ്റി ആണോ? ചിപ്കോ എന്ന് പറഞ്ഞാൽ തന്നെ ഹഗ് എന്നുള്ളതാണ്. മരം മുറിക്കാൻ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മുറിക്കാൻ വന്ന സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ചേർന്ന് ആ മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് അതിനെ കെട്ടിപ്പിടിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ മൂവ്മെന്റിന് ചിപ്കോ മൂവ്മെന്റ് എന്നുള്ള പേര് വന്നത്. സോ സ്വാഭാവികമായിട്ട് മരങ്ങളെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ഇനീക്വിറ്റി? സോഷ്യൽ ഇനീക്വിറ്റിയുടെ ഇനീക്വിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനീക്വാലിറ്റി ആയിട്ട് തന്നെ എടുക്കാം. അതിന്റെ ഒരു എക്സാമ്പിൾ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അൺഈക്വൽ ആക്സസ് ടു ക്ലീൻ വാട്ടർ, ഈക്വൽ വേജസ് ഫോർ ഓൾ, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, ഫ്രീ എഡ്യൂക്കേഷൻ. അപ്പം സോഷ്യൽ ഇനീക്വിറ്റി എന്ന് വെച്ചാൽ അസമത്വമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അസമത്വത്തിന്റെ ഭാഗമായിട്ട് എന്താണ് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ ഏതാണ്? അപ്പൊ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ശമ്പളം കിട്ടുക എന്നുള്ള നല്ല കാര്യമാണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നുള്ള എല്ലാവർക്കും ബേസിക് ആയിട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ്. ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളതും എല്ലാവർക്കും 14 വയസ്സ് വരെ ഇന്ത്യയിൽ നിർബന്ധമായും ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ അൺഈക്വൽ ആക്സസ് ടു ക്ലീൻ വാട്ടർ, എല്ലാവർക്കും ക്ലീൻ വാട്ടർ, പോർട്ടബിൾ വാട്ടർ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ സോഷ്യൽ ഇനീക്വാലിറ്റിയുടെ ഒരു എക്സാമ്പിൾ. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ബയോസെൻട്രിസം ഈസ് ദ ബിലീഫ് ദാറ്റ്, ബയോസെൻട്രിസം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Only humans have intrinsic value, all living beings have intrinsic value, only plants matter, economics is the basis for conservation, and the right answer is all living beings have intrinsic value എന്നുള്ളതാണ്. അതാണ് ബയോസെൻട്രിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രൈമറി ഗോൾ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ചോദ്യം. Spread fear of disasters, raise environmental awareness, increase industrialization, promote monoculture. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉത്തരം ഇതിൽ തന്നെയുണ്ട്. ഡിസാസ്റ്ററിനെ പറ്റി ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്താണ് എപ്പോഴും വേണ്ടത്? അവയർനെസ് ആണ് വേണ്ടത്. എന്തിനെ പറ്റിയുള്ള? വർദ്ധിച്ചു വരുന്ന എൻവയോൺമെന്റൽ കാര്യങ്ങളെ പറ്റിയുള്ള, അതിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള, അപ്പൊ അതിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയുള്ള അവയർനെസ് ആണ് വേണ്ടത്. ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് റൈസ് എൻവയോൺമെന്റൽ അവയർനെസ്. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. 39ാമത്തെ ചോദ്യം, കുൽസ് ഇൻ ഹിമാചൽ പ്രദേശ് ആർ അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ കുൽസ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുൽസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാട്ടർ മാനേജ്മെന്റ് ആണോ, ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ ആണോ, അഫോറസ്റ്റേഷൻ ആണോ, ഡെസേർട്ട് റീക്ലോണേഷൻ ആണോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 വാട്ടർ മാനേജ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 40ലേക്ക് വരുമ്പോൾ എ മേജർ കോസ് ഓഫ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ലോസ് ഈസ്, അതായത് ലോകമെമ്പാടുമുള്ള ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാവുന്ന ലോസിന് കാരണമാവുന്ന ഒരു മേജർ കോസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഒരു പ്രധാന കാരണം എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണോ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണോ, അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആണോ, എത്തിക്കൽ വാല്യൂസ് ആണോ? വളരെ എളുപ്പമാണ് ഉത്തരം. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. വല്ലാത്ത ചൂഷണം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പരിധി വിട്ടുള്ള ചൂഷണം തന്നെയാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ ബയോഡൈവേഴ്സിറ്റി ലോസിന് ഒരു പ്രധാനപ്പെട്ട കാരണം. വിച്ച് പ്രാക്ടീസ് ഹെൽപ്സ് റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ ഇൻ സിറ്റീസ്? നോയിസ് പൊല്യൂഷൻ കുറയ്ക്കുന്നതിനായിട്ട് സിറ്റിയിൽ നമുക്ക് തുടരാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് എന്താണ്? പ്ലാന്റിംഗ് ട്രീസ് ആണോ, ഇൻക്രീസിംഗ് വെഹിക്കിൾ യൂസ് ആണോ, കൺസ്ട്രക്ടിംഗ് ഫ്ലൈ ഓവേഴ്സ് ആണോ, യൂസിംഗ് മോർ സൈറൻസ് ആണോ? ഇതിൽ 1-2 ഓപ്ഷൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നിയാൽ പോലും നോയിസ് പൊല്യൂഷൻ സിറ്റീസിൽ കുറയ്ക്കുന്നതിനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പ്ലാന്റിംഗ് ട്രീസ് ആണ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഓർത്തിരിക്കുക. ദ മോസ്റ്റ് കോമൺ നോൺ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഈസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ പൊല്യൂഷന്റെ നോൺ പോയിന്റ് സോഴ്സ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള നോൺ പോയിന്റ് സോഴ്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. റൺ ഓഫ് ഫ്രം ഫീൽഡ്സ് ആണോ, എഫ്ലുവൻസ് ഫ്രം ഫാക്ടറീസ് ആണോ, ലീക്കേജ് ഫ്രം ഓയിൽ ടാങ്ക്സ് ആണോ, സീവേജ് ഡിസ്ചാർജ് ആണോ? ഓക്കെ, സോ ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 റൺ ഓഫ് ഫ്രം ഫീൽഡ്സ് എന്നുള്ളത് തന്നെയാണ്. 43ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അഥവാ EIA
എന്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈസ് മെയിൻലി കണ്ടക്ടഡ് ടു, എന്താണ് EIA ഉദ്ദേശം? ഒരു അസസ്മെന്റ് ആണ്. എന്താണ് അവർ അസസ് ചെയ്യുന്നത്? ഇവാലുവേറ്റ് പൊട്ടൻഷ്യൽ എൻവയോൺമെന്റൽ എഫക്ട്സ് ഓഫ് എ പ്രൊജക്ട്, അസസ് സ്കൂൾ പെർഫോമൻസ്, മോണിറ്റർ ആനിമൽ മൈഗ്രേഷൻ, ഇൻക്രീസ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ അസസും അവിടെ അസസും കണ്ടതുകൊണ്ട് ഇത് ഉത്തരമാവില്ല. സ്കൂൾ പെർഫോമൻസ് അല്ല സ്വാഭാവികമായിട്ടും ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്. എന്താണ്? ഒരു പ്രൊജക്ട് വരുമ്പോൾ അതിന്റെ പരിസ്ഥിതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് അസസ് ചെയ്യപ്പെടുന്നത്. എന്ത് പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പും EIA മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ബയോഡൈവേഴ്സിറ്റി ഒക്കെ തന്നെ നല്ല കാര്യമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഇക്കോസിസ്റ്റം ഒക്കെ ആണ് അതിനടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെ ഇക്കോസിസ്റ്റത്തിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ പ്രൊജക്ട് നടക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം EIA എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ്. 44ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡയറക്റ്റ് എഫക്ട് ഓഫ് ആസിഡ് റെയിൻ? ആസിഡ് റെയിന്റെ ഒരു ഡയറക്റ്റ് എഫക്ട് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൊറോഷൻ ഓഫ് ബിൽഡിംഗ് ആണോ, ഇംപ്രൂവ്ഡ് ക്രോപ്പ് ഈൽഡ് ആണോ, ഇൻക്രീസ് ഇൻ റെയിൻഫോൾ ആണോ, ഡെസേർട്ടിഫിക്കേഷൻ ആണോ? റൈറ്റ് ആൻസർ ഈസ് കൊറോഷൻ ഓഫ് ബിൽഡിംഗ്സ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ദ റെഡ് ഡാറ്റ ബുക്ക് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓൺ. റെഡ് ഡാറ്റ ബുക്ക് എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നതിനിടയിൽ എന്തായാലും വായിച്ചു പോയിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. റെഡ് ഡാറ്റ ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ത് വിവരങ്ങളാണെന്നുള്ളതാണ് ചോദ്യം. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണോ, അഗ്രികൾച്ചറൽ ഈൽഡ് ആണോ, റെയിൻഫോൾ ഡാറ്റ ആണോ, വേസ്റ്റ് മാനേജ്മെന്റ് ആണോ? എല്ലാ എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെയും പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് എന്നുള്ളത്. സോ അതിൽ എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ളതും അതുപോലെ എക്സ്റ്റിങ്ക്ട് ആവാൻ സാധ്യതയുള്ളതും എക്സ്റ്റിങ്ഷന്റെ പേടിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ഇപ്പം കുറെ കൂടെ നമ്മൾ മെഷേഴ്സ് ഒക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറെ കൂടെ പോപ്പുലേഷൻ ഒക്കെ തന്നെ ബെറ്റർ ആവുന്ന, ഹെൽത്ത് ഒക്കെ തന്നെ ബെറ്റർ ആവുന്ന സ്പീഷീസ് ഉണ്ടാവും. നമ്പർ ഒക്കെ തന്നെ കൂടുന്ന സ്പീഷീസിനെ അതൊന്ന് മാറ്റി നിർത്താനും ഒക്കെ തന്നെ സാധിക്കും. സോ ആരെവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ റെഡ് ഡാറ്റ ബുക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ സിറ്റി ഈസ് എക്സീഡഡ് വെൻ? ഒരു സിറ്റിയുടെ ക്യാരിയിങ് കപ്പാസിറ്റി എക്സീഡ് ചെയ്തു, അത് പരിധി വിട്ടു എന്ന് നമുക്ക് ഏത് സാഹചര്യത്തിലാണ് പറയാൻ സാധിക്കുക? വാട്ടർ സപ്ലൈ ഈസ് അബണ്ടന്റ്, പൊല്യൂഷൻ ലെവൽസ് ആർ ലോ, വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റംസ് ഫെയിൽ, ട്രാൻസ്പോർട്ടേഷൻ ഈസ് എഫിഷ്യന്റ്. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇതും പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇതും പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റംസ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ ഒരു സിറ്റിയുടെ ക്യാരിയിങ് കപ്പാസിറ്റി എക്സീഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റംസ് ഫെയിൽ ആവുക എന്നുള്ള. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലീജിയസ് ട്രഡീഷൻസ് എംഫസൈസസ് ദ സീക്രട്ട്നെസ് ഓഫ് ഓൾ ലൈഫ്? എല്ലാ ജീവനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി അല്ലെ റിലീജിയസ് ട്രഡീഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ജൈനിസം ആണോ, കൺഫ്യൂഷനിസം ആണോ, ഏഥിയിസം ആണോ, ക്യാപിറ്റലിസം ആണോ? അപ്പൊ ഇവരുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പാദസ്പർശമേറ്റ് ഭൂമിക്ക് നോവരുത്, അല്ലെ ഭൂമിയിലെ മറ്റ് ചെറിയ ഇൻസെക്ട്സിന് പോലും നോവരുത് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവാം. എല്ലാവരും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും പഠിക്കുന്നതും അല്ലെ പഠിക്കുന്നതിനായിട്ടും അല്ലാതെ അറിയുന്നതിനായിട്ടും ഒക്കെ തന്നെ കാണുന്നവരാണ്. ഒരു ചൂലെല്ലാം എടുത്ത് അടിച്ചു വാരി, അതായത് ഞാൻ ചവിട്ടുമ്പോൾ ആർക്കും വേദനയൊന്നും ഉണ്ടാവരുത്, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് അങ്ങനെ വരെ നോക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നോക്കണമെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റിലീജിയസ് ട്രഡീഷൻ ആണ് വിച്ച് ഈസ് ഓപ്ഷൻ 1 ജൈനിസം. എല്ലാ ജീവനും ഒരുപോലെ വില കൽപ്പിക്കുന്ന ഒരു ട്രഡീഷൻ ആണ് ജൈനിസം. മൂവിങ് ഓൺ, 48ാമത്തെ ചോദ്യം, വിച്ച് ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും ആദ്യ കാലങ്ങളിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലോ എന്ന് വേണം നമുക്ക് ഇതിനെ പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോയുമാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, വാട്ടർ ആക്ട് 1974. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് എർത്ത് ഫ്രഷ് വാട്ടർ ഈസ് ഫൗണ്ട് ഇൻ? നമ്മുടെ ഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ എവിടെയാണ് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. റിവേഴ്സിലാണോ, ലേക്സിലാണോ, ഗ്ലേഷ്യേഴ്സ് ആൻഡ് ഐസ് ക്യാപ്സിലാണോ, ഗ്രൗണ്ട് വാട്ടറിലാണോ? അപ്പൊ ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയി തോന്നിയേക്കാം. ഉത്തരം വളരെ സിമ്പിൾ ആണ്, വളരെ ഒബ്വിയസ് ആണ്. റിവേഴ്സും ലേക്സും ഒക്കെ മറന്നേക്കുക. നമ്മളുടെ ഭൂമിയിലെ ഏകദേശം 65% ഫ്രഷ് വാട്ടർ ട്രാപ്പ് ആയിട്ട് ഇരിക്കുന്നത് ഗ്ലേഷ്യേഴ്സിലും അതുപോലെ തന്നെ ഐസ് ക്യാപ്സിലുമായിട്ടാണ്. സോ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ സോഴ്സ് ഏതാന്ന് ചോദിച്ചിട്ട് അതിൽ ഗ്ലേഷ്യേഴ്സും ഐസ് ക്യാപ്സും ഉണ്ടെങ്കിൽ നിർബന്ധമായും ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ആൻഡ് ഐസ് ക്യാപ്സ് എവിടെയാണോ വരുന്നത് ആ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കമ്മിങ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി റാംസാർ കൺവെൻഷൻ? അപ്പൊ റാംസാർ കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. അപ്പൊ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വ്യത്യസ്ത ലാൻഡ് ഫോംസ് ഒക്കെ തന്നെ പഠിച്ചിട്ടുണ്ടാവും. സോ അതിൽ റാംസാർ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത്.
പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ആണോ, എയർ ക്വാളിറ്റി കൺട്രോൾ ആണോ, ഓഷ്യൻ പൊല്യൂട്ടിംഗ് ആണോ, അർബൻ പ്ലാനിംഗ് ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് എന്നുള്ളതാണ്. സോ അതോടുകൂടി നമ്മുടെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എൻഡ് ചെയ്യുകയാണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. അടിപൊളിയായിട്ട് നിങ്ങളുടെ ടേമിന്റെ എക്സാമിനേഷൻ എഴുതുക. നല്ല മാർക്കോട് കൂടി തന്നെ എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ, താങ്ക് യു.